ഡോക്ടർ, അതുപോലെ തന്നെ ഈ മറ്റ് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ കുഷ്ഠരോഗത്തെ വേർതിരിച്ചറിയാൻ സാധിക്കും? അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പർശനശേഷി ഇല്ലാത്ത പാടുകളാണ് കുഷ്ഠരോഗത്തിലുള്ളത്. നമുക്ക് ശരിക്കും സംശയം തോന്നുന്നത് ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ചില ബർത്ത് മാർക്കുകളുണ്ടാകും, വെളുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അതുണ്ട്. പിന്നെ ഈ പാണ്ട് നമ്മൾ പറയുന്ന ഇത്, അതുപോലെ തേമ്മലുകൾ, അതുപോലെ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസ്, പലതരം ഡെർമറ്റൈറ്റിസ്, ചിലപ്പോൾ അലർജി കൊണ്ടുണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് ആവാം, ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആവാം, ചിലപ്പോൾ സോറിയാസിൻ്റെ ഡെർമറ്റൈറ്റിസ് ആകാം. ഇതൊക്കെ നമുക്ക് കുഷ്ഠരോഗത്തിൻ്റെ പാടുകളെ പോലെ സംശയം ഉണ്ടാകും. പക്ഷേ അതിനകത്തൊക്കെ പ്രധാനമായിട്ടും കുഷ്ഠരോഗ ലക്ഷണമായിട്ട് വരുന്നത് സ്പർശനശേഷി ഇല്ലാത്ത നിറം മങ്ങിയ ചുവന്ന് തടിച്ച പാടുകൾ എന്നുള്ളതാണ്. കുഷ്ഠരോഗം പ്രധാനമായിട്ട് ബാധിക്കുന്നത് ചർമ്മത്തെ മാത്രമല്ല, ചർമ്മത്തെയും ഞരമ്പുകളെയുമാണ്, നെർവ്സിനെയുമാണ്. അപ്പം നെർവ്സിൻ്റെ ബാധിക്കുന്നതിനുള്ള ലക്ഷണങ്ങളും കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവും. തടിച്ച നെർവുകളും നെർവിൻ്റെ പരിശോധന കാര്യങ്ങളും സ്പർശനശക്തി പരിശോധിക്കുന്നതിൻ്റെ പല ഘട്ടങ്ങളുമായിട്ടാണ് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ കുഷ്ഠരോഗം പടരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പടരുന്നതിൻ്റെ തീവ്രത എത്രത്തോളം നമ്മളെ ബാധിക്കും? ഞാൻ നേരത്തെ സൂചിച്ചത് വായുവിൽക്കൂടെ പകരുന്ന രോഗമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ജലദോഷം വായിൽ കൂടി പകരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ള സാധനം കോവിഡ് വായിൽ കൂടി പകരുന്നു. പക്ഷേ ഇത് വായിൽ കൂടി പകരുന്ന രോഗമാണെങ്കിലും അത്ര പെട്ടെന്നുള്ളൊരു പകർച്ചയുള്ളൊരു രോഗമല്ല കുഷ്ഠം. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആണ് ഇത്തരം അണുക്കൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് 95 എക്സ്പോസ്ഡ് ആയിട്ടുള്ള 95% പേരിലും ഇത് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു 5% പേരിലാണ് ഇത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷിയെയും അവരുടെ ജനിതക ഘടനയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.